വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചക്ക നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള ചക്കയിൽ നിന്ന് ആ ഒരു വെള്ളമൊക്കെ ഊറ്റി മാറ്റിയതിന് ശേഷം ചക്ക നല്ലപോലെ ഉടച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ചൂടോട് കൂടെ തന്നെയാണ് കേട്ടോ ഞാനിവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് തണുത്ത് പോയതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചറൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ചൂടോട് കൂടെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു പലകയിലോ അല്ലെങ്കിൽ ഒരു നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു കല്ലിലോ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് പകുതി ചേർത്ത് കൊടുത്ത് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് കട്ടിയില്ലാതെ അതുപോലെ തന്നെ ഒരുപാട് തിന്നും ആവാത്ത ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം.